ഈ പറഞ്ഞ ഓഡിറ്റോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ റോഡ് കഴിഞ്ഞ 4 വർഷമായിട്ടും പൊളിഞ്ഞാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൂർക്കട SAP ഒക്കെ പോകുന്ന റോഡാണ്. വളരെ അത്യാവശ്യം നല്ല റോഡാണ്, ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്ന റോഡാണ്. ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ടാണ് കൊണ്ടിരുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ വഴി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് അതൊന്ന് നന്നാക്കി പേരിന് ടാർ എന്ന് പറഞ്ഞിട്ട് കുഴി മാത്രം നികത്തി അടുത്ത മഴ വന്നപ്പോൾ അത് വീണ്ടും തായി. ഇപ്പോൾ ഒരു 2 മാസം 3 മാസം മുൻപോട്ടെയാണെന്ന് തോന്നുന്നു അത് നേരാവണ്ണം ടാർ ചെയ്തത്. പിന്നെ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സ്ഥലത്തൂടെ നമുക്ക് സമാധാനമായിട്ട് നടന്നു പോകാനോ വണ്ടിയിലോ പോകാൻ സാധിക്കും? ഡ്രെയിനേജ് കയറി വെള്ളം ഫുള്ള് കയറും. ആണ് അതങ്ങനെയാണ്. ഇത് ഒരേ ഒരു ചോദ്യം, ഇലക്ഷന്റെ സമയത്ത് മാത്രം നിങ്ങൾ ഈ കാണിക്കുന്ന പ്രഹസനം എന്തിനാണ്? ഈ പേരൂർക്കടയെ സംബന്ധിച്ച് അങ്ങ് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരൂർക്കടയിൽ ഏറ്റവും വലിയ വികസനം വരാൻ പോകുന്ന ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ നഗരസഭ മുന്നോട്ട് പോവുകയാണ്. മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പേരൂർക്കടയിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെക്സ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പേരൂർക്കടയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ, പേട്ട വെൺപാലവട്ടം റോഡ് 280 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അങ്ങനെ എത്ര റോഡുകളുടെ പണിയാണ് നമ്മൾ ധൃതി വെച്ച് നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അത് നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നില്ലേ? ഈ റോഡുകൾ വെള്ളം കെട്ടുന്നതെല്ലാം എത്ര ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലസ്ഥാനത്ത് കൂടി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നോ? വണ്ടി പോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നോ? ശബരിനാഥൊക്കെ മന്ത്രിസഭയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിറക്കായിരുന്നു ഈ സ്പോട്ടിനകത്തൊക്കെ അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഏറ്റവും നല്ല നമുക്ക് ഈ ഇത്രയും ചില റോഡുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒന്ന് നടന്നു പോകാൻ കൊതിയാവും.